നല്ല ചൂട് അല്ലെങ്കിൽ നല്ല മഴ, നല്ല ബിരിയാണി അല്ലെങ്കിൽ നല്ലൊരു സിനിമ, ഒരു കോൾ കുടിക്കാതെ എന്താ രസമല്ലേ? എനിക്ക് കുടിക്കാൻ വരട്ടെ. കൊക്കക്കോള കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു രസമുള്ള സംഭവം കേൾക്കാം. 2016 പുട്സിയർ എന്ന പേരുള്ള ഒരു സൗത്ത് ഡെക്കോഡക്കാരൻ ഒരു കേസ് ഫയൽ ചെയ്തു. കൊക്കക്കോള കമ്പനിക്കെതിരെയായിരുന്നു ആ കേസ്. എന്താന്ന് വെച്ചാൽ ഒരു ദിവസം പുള്ളി കൊക്കക്കോള കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒന്ന് ചുണ്ടില് തട്ടി. എന്താണെന്നറിയാൻ കുപ്പി മുറിച്ച് നോക്കിയപ്പോൾ ധേടാ ഒരു എലി, ഒരു ചത്ത എലി തന്റെ കോള ക്യാനിൽ കിടക്കുന്നു. അങ്ങനെ അത് കുടിച്ച് വയറുവേദന മൂലം തനിക്ക് 60 മണിക്കൂർ ജോലി നഷ്ടമായെന്നും അസുഖം പിടിച്ച് 30 പൗണ്ട് ഭാരം നഷ്ടപ്പെട്ടെന്നും കൂടാതെ മെഡിക്കൽ ബില്ലുകളായി ഏകദേശം $1000 ചെലവായി എന്നും പറഞ്ഞ് നഷ്ടപരിഹാരമായി ഒരു $2026 പുട്സിയർ കേസ് കൊടുത്തത്. തെളിവിനായി എലിയെയും കോളാക്കാനും മെഡിക്കൽ ബില്ലുകളും അയാൾ സമർപ്പിച്ചു. പക്ഷെ കേസ് കോടതിയിലെത്തിയപ്പോൾ സംഭവം നേരെ തിരിഞ്ഞു. കോള കമ്പനിക്ക് വേണ്ടി വാദിച്ച അറ്റോർണി ബ്രയൻ ജോൺസൺ ഈ ചത്ത എലിയുടെ കഥ ഒരു നുണക്കഥയാണെന്ന് പുഷ്പം പോലെ തെളിയിച്ചു. എങ്ങനെയാണെന്നല്ലേ? അദ്ദേഹത്തിന്റെ വാദം ഇതായിരുന്നു. അതായത് തെളിവിനായി കൊണ്ടുവന്ന എലിയുടെ ശരീരത്തിൽ രോമങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ മൂക്കിൽ രക്തമുണ്ടായിരുന്നു, അതിൻ്റെ കൈകാലുകൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും വന്നിട്ടില്ല. മാത്രമല്ല വളരെ ചെറിയ രീതിയിലേ അതിൻ്റെ ശരീരം അഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. കൊക്കക്കോളയുടെ ക്യാനിൽ ഈ പറഞ്ഞ എലി യഥാർത്ഥത്തിൽ കയറി കൂടിയിരുന്നെങ്കിൽ ഇതിലും മോശം അവസ്ഥയിൽ അഴുകി ദ്രവിച്ച രൂപത്തിലായിരുന്നേനെ എലിയുടെ ശരീരം ഉണ്ടാവുക. ജോൺസൺ കോടതിയിൽ വാദിച്ചതനുസരിച്ച് പുട്സിയറിന്റെ കയ്യിൽ എത്തുന്നതിനും ഏകദേശം 6 ആഴ്ചകൾക്ക് മുന്നേ ആ കോള ക്യാൻ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കോളയിൽ ചേർത്തിട്ടുള്ള ചേരുവകളും പ്രിസർവേറ്റീവ്സും മറ്റും ആ എലിയെ പൂർണ്ണമായും ദ്രവിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ വാദം ശരിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞു. കേസ് കൊക്കക്കോള ജയിച്ചെങ്കിലും കോള കമ്പനിക്ക് ഈ വിധി 8ന്റെ പണിയാണ് വാങ്ങിക്കൊടുത്തത്. കാരണം ഒരു എലിയെ പൂർണ്ണമായി ദ്രവിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള ചേരുവകൾ ചേർത്ത കൊക്കക്കോള കുടിക്കാൻ കുറച്ചെങ്കിലും ആളുകളൊന്നും മടിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു കോള കുടിക്കാൻ തോന്നുന്നുണ്ടോ?